ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ല അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ. നമ്മളെല്ലാവരും കാത്തിരുന്ന് ശ്രുതിയുടെ മുഖംമൂടി ഓരോന്നായിട്ട് അഴിഞ്ഞു വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത്തവണ ഇളയച്ചിന്റെ കഥയാണ് പൊറിയുന്നത്. ബീരാൻ ഇറച്ചിവെട്ടുകാരനാണ്, ശ്രുതിയുടെ ഇളയച്ചനല്ല എന്ന് സത്യം ബീരാൻ തന്നെ എല്ലാവരുടെ മുമ്പിലും പറയാണ് കേട്ടോ. അതോടുകൂടിയിട്ട് ശ്രുതിയെ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് നമ്മുടെ ചന്ദ്രമതി ഇറക്കി വിടുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചിൻ രേവതി വന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ആർക്കും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അച്ഛാ, ഇയാളുടെ വീട് മലേഷ്യയിലൊന്നും അല്ല, നമ്മുടെ ഇവിടെ ആ ജംഗ്ഷന്റെ പേര് പറഞ്ഞിട്ട് അവിടെ ഇറച്ചിക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേര് ബീരാൻ എന്നാണെന്നുള്ള കാര്യം കൂടി വ്യക്താക്കുന്നുണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്ന് രവി ചോദിക്കുമ്പോ, അച്ഛാ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്, പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഉരുണ്ട് കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ സച്ചി വന്നിട്ട് ഇങ്ങനത്തെ നുണകളൊക്കെ പറയുന്നത്? വെറുതെ വേണമെന്ന് വെച്ചുകൊണ്ട് എന്റെ ഇളയച്ചിനെ പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതാണ്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കരുത്, ഇളയച്ചൻ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകുമ്പോഴേക്കും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട്, ശ്രുതി ഇനിയും നിനക്ക് നിന്റെ നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, ഇപ്പോഴെങ്കിലും നീ സത്യം തുറന്ന് പറയുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ വട്ട് പിടിക്കുന്നുണ്ട്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, പ്രാന്ത് പിടിക്കുകയാണെന്ന്. അയ്യോ അമ്മേ, പ്രാന്ത് പിടിക്കേണ്ട ഒറ്റ കാര്യമില്ല. ഇദ്ദേഹം മലേഷ്യയിൽ നിന്ന് വന്നതുമല്ല, ഇദ്ദേഹത്തിന്റെ പേരാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഇളയച്ചനതും അല്ല, ഇദ്ദേഹത്തിന്റെ പേര് ബീരാൻ എന്നാണ്. ഇയാള് വെറും ഇറച്ചി വെട്ടുകാരനാണ്. ബീരാനെ ഇനിയെങ്കിലും നിങ്ങൾ സത്യങ്ങ് മൊഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് സച്ചി ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ പറയുമ്പോഴേക്കും ബീരാൻ മിണ്ടാതെ നിൽക്കുവാണേ. അതിനിടയ്ക്ക് രേവതി പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും നാളായിട്ട് ഒരു കുടുംബത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ഇനിയെങ്കിലും കുറച്ച് സത്യസന്ധനായിട്ട് നടക്കുകയെന്ന്. അത് കേട്ട് ബീരാന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ബീരാൻ നേരെ രവിക്ക് അരികിലേക്ക് ചെന്ന് കൈകൂപ്പുകയാണ്. എന്നിട്ട് ആദ്യം നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നും, ഞാന് ശ്രുതിയുടെ ഇളയച്ചനല്ല, ശ്രുതിയാണെങ്കിൽ എന്റെ ഏട്ടന്റെ മകളുമല്ല, എന്റെ പേര് ബീരാൻ എന്നാണ്, ഞാന് ഇറച്ചി വെട്ടുകാരനാണ്, ഞാൻ ചെറിയ ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാറുണ്ട്. ഇവളുടെ ഫ്രണ്ട് മീരയെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ദിവസം ഇവൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്റെ ഇറച്ചി വെട്ടുന്ന കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു ചാൻസ് തരാം, അതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഇളയച്ചനായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി വന്നിട്ട് എന്റെ അടുത്ത് പറയാണ് ചെയ്തത്. ഇവളുടെ മലേഷ്യ എന്ന് വന്ന ഇളയച്ചനായിട്ടാണ് അഭിനയിക്കേണ്ടതെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ചെന്നപ്പോ. അതിനെക്കുറിച്ചും അത് കഴിഞ്ഞതിന് ശേഷം ഇവളുടെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് രണ്ടാമത് അഭിനയിക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചും എല്ലാവരുടെ അടുത്തും തുറന്നു പറയുന്നുണ്ട് കേട്ടോ. ബീരാൻ പറയുന്ന കാര്യമെല്ലാം കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് ഞാൻ നിൽക്കുവാണ്. ചന്ദ്രമതി ആണെങ്കിൽ നിന്നിടത്ത് അങ്ങ് ഇരുന്ന് പോകുന്നുണ്ട്. ചന്ദ്രയ്ക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ അതൊന്നും. ബീരാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ ബീരാന്റെ അടുത്ത്, അല്ല എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ നിങ്ങൾ ഇത്രയും നാള് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമായിരുന്നു എന്ന് ചോദിക്കുവാണേ. അച്ഛാ, അതല്ലേ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയുന്നത്, ഇദ്ദേഹം ഒറിജിനല് മലേഷ്യ ഇളയച്ചനൊന്നല്ല, ജസ്റ്റ് ഇറച്ചി വെട്ടുകാരൻ ബീരാൻ മാത്രമാണ്. നിങ്ങളല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ പോയി, പിന്നെ മരിച്ചുപോയി ജയിലിൽ വെച്ചിട്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ, അതൊക്കെ കള്ളാണോ എന്ന് ചോദിക്കുമ്പോ അതെല്ലാം ഞാൻ ശ്രുതി പറഞ്ഞിട്ടാണ് പറഞ്ഞതെന്നും കൂടി ബീരാൻ പറയുകയാണെ. അത് ശ്രുതിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആവുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ശ്രുതി ചോദിക്കുന്നത്, ശ്രുതി മലേഷ്യയിൽ നിന്ന് വന്നതല്ലേ, അവള് ശരിക്കും മലേഷ്യ പണക്കാരി ഒന്നും അല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. അതൊന്നും ഒറ്റ കൊടുക്കുന്നില്ല കേട്ടോ ബീരാൻ. ബീരാൻ പറയുന്നത് അതിനെ കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്നാണ്. ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല, അവളുടെ അച്ഛനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ബീരാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട ഉടനെ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എന്തൊക്കെയായി ചെയ്തത്? നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് തന്നെ ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ഈ പ്രായത്തില് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പാടുന്നുണ്ടോ? അത് മാത്രമല്ല, നിങ്ങളെ ഞങ്ങൾ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് കണ്ടത്, ആരെയും ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്തത്. ഒരിക്കലും ശ്രുതിയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുമല്ല ഇത് ചെയ്തിരിക്കുന്നത്. അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അവളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ശിക്ഷ തരുവാണെന്നുണ്ടെങ്കിലും അതെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് താൻ തയ്യാറാണെന്നുള്ള കാര്യം കൂടി ബീരാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഈ കുടുംബത്തിൽ നിങ്ങൾ എല്ലാവരും നല്ലവർ തന്നെയാണ്, നിങ്ങളെല്ലാം പറ്റിക്കുന്ന ഒരു കുറ്റബോധം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അഭിനയിക്കാനുള്ള മോഹം കൊണ്ടാണ് ഞാൻ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടത്, പക്ഷെ അവസാനം ശ്രുതിക്ക് വേണ്ടിയിട്ട് അഭിനയിക്കേണ്ട അവസ്ഥയായി. ദയവ് ഇത് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് ബീരാൻ വീണ്ടും പറയുന്നുണ്ട്. ഇത് കേട്ടുടനെ ശ്രുതി പറയുന്നത്, അച്ഛാ ഇയാളെ ചുമ്മാ വിടാൻ വേണ്ടി പറ്റില്ല, പോലീസിന് പിടിച്ചു കൊടുക്കണോ എന്നുള്ള കാര്യം പറയുന്നു. കേട്ട ഉടനെ ശ്രുതിന്റെ അടുത്ത് സച്ചി പറയുന്നത്, എടാ നോക്കടാ, ഇയാള് ചെറിയ അക്യൂസ്ഡ് ആണ്, നിന്റെ ഭാര്യയാണ് മെയിൻ അക്യൂസ്ഡ്, അങ്ങനെ പോലീസിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ ആയിരിക്കും ജയിലിൽ കിടക്കേണ്ടി വരുക, അത് വേണോന്ന് ചോദിക്കുമ്പോഴേക്ക് ശ്രുതി മിണ്ടാതെ നിൽക്കുന്നുണ്ടേ. ശ്രുതി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, വലിയ ദ്രോഹം, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലാനുണ്ടോ ബീരാൻ. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഈ കള്ളം എന്ന് പറയുന്ന കാര്യം ഒരുപാട് നാള് നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിഷമം കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ.
ആടിനെ കണ്ടിട്ടില്ലേ, പിടിവിട്ട് ഓടുന്നത് വരെ മാത്രമാണ് അതിന് ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കയ്യിൽ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് കള്ളവും. കള്ളം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവിതാവസാനം വരെ വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറയും. ആ കള്ളം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ എന്തായാലും ആ പോരാട്ടം അവസാനിച്ചു. ഇനി നിന്റെ ജീവിതം കാത്തു സൂക്ഷിക്കേണ്ടത് നീ തന്നെയാണ്. ഇനിയെങ്കിലും സത്യസന്ധതയായി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ബീരാൻ അവിടെ നിന്ന് ഇറങ്ങുവാണേ. ബീരാൻ പോയി കഴിഞ്ഞ ശേഷം അച്ഛൻ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ മലേഷ്യ ഇളയച്ചിന്റെ വലിയ എനിക്ക് സംശയമുണ്ടെന്ന്. ഇപ്പം എന്തായാലും സത്യം പുറത്തു വന്നില്ലേ. മുമ്പ് ഞാൻ ബീരാനെ ഒരിടത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാളെ ഞാൻ തെറ്റിദ്ധരിച്ചതാണെന്നാണ് അന്ന് വിചാരിച്ചത്. എന്തിനാണ് ശ്രുതി ഇത്രയും കള്ളം പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട്. എന്തായാലും നമ്മള് പൊട്ടന്മാരായതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കിയത്. എടാ ശ്രുതി, നീ വലിയ ബുദ്ധിമാനാണെന്നുള്ള രീതിയിൽ പുറത്ത് ബോർഡൊക്കെ വെച്ചിട്ടില്ലേ, ഇനി ആ ബോർഡൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് അവിടെ പൗഡർ എടുത്തിട്ട് ബോർഡ് വെക്ക്. ഇവിടെയുള്ള അത്രയും ആൾക്കാരുടെ തലയിൽ മുളക് അരച്ചിട്ട് ജട പിന്നിട്ട് അതിനകത്ത് പൂ വെച്ച് കൊടുത്തു. തുടർന്ന് രവി ശ്രുതിക്ക് അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ നല്ല പെണ്ണാണെന്നാണ് വിചാരിച്ചത്, എന്തിനാണ് ഇത്രയും കള്ളമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചത്? രവിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ നിൽക്കുകയാണ് ശ്രുതി. ഇത് കണ്ട ഉടനെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ കണ്ടില്ലേ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നത്, ഇനി എന്തായാലും രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. അവള് സാക്ഷിയോട് കൂടിയിട്ടാണ് പിടിക്കപ്പെട്ടത്. ഇത്രയും നാളെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ? ആ ഞങ്ങളെ പറഞ്ഞാൽ മതി, ഇല്ല അങ്കിൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടി പോകരുത്. നിനക്ക് ഞങ്ങളെല്ലാവരും പൊട്ടന്മാരായിട്ടാണല്ലേ തോന്നിയത്? അങ്ങനെ രവി ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ചന്ദ്രമതിയുടെ ഊഴാണ്. ചന്ദ്രമതി നന്നായിട്ട് അങ്ങ് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഇറച്ചി വെട്ടുകാരനല്ലേ, നീ വലിയ മലേഷ്യക്കാരനാണ് പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വെച്ച് വെളുപ്പിച്ചതും ഇയാളല്ലേ ഞാൻ തലയിലേറ്റിക്കൊണ്ട് നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കിടന്ന് ഉറഞ്ഞു തുള്ളുവാണ് കേട്ടോ ചെയ്യുന്നത്. അത് മാത്രമല്ല ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയെ വീട്ടിൽ നിന്ന് അടിച്ച് ഇറക്കുന്നുണ്ട്. ഇനി മേലാൽ ഈ വീട്ടിൽ കയറി പോരുത്, എനിക്ക് ഇങ്ങനെ ഒരു മരുമകളെ വേണ്ട, നീ മലേഷ്യക്കാരിയല്ല ഒരു തേങ്ങാക്കൊലയല്ല, കണ്ട അവരിവരെയൊക്കെ കൊണ്ടുവന്ന് ഡ്രാമയിൽ നടിപ്പിക്കുന്ന പോലെ നീ ജീവിതത്തിൽ ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു അല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കാർന്ന് അങ്ങ് ഉറഞ്ഞങ്ങ് തുള്ളുവാണ് കേട്ടോ ചെയ്യുന്നത്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തലയിലേറ്റിക്കൊണ്ടാണല്ലോ നടന്നത്. കാരണം അദ്ദേഹം മലേഷ്യക്കാരനാണ് പണക്കാരനാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ ഇറച്ചിവെട്ടുകാരനെയാണല്ലോ ഞാൻ തലയിലേറ്റിക്കൊണ്ട് നടന്നതെന്നുള്ള ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിട്ട് ശ്രുതിയെ കുറെ അടിക്കുന്നു, മുടി പിടിച്ചിട്ട് പുറത്തേക്ക് കൊണ്ട് തള്ളുന്നൊക്കെ ഉണ്ട് കേട്ടോ.